കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപമാനിച്ചു വിട്ട ചാഴൂർ പഞ്ചായത്തിലെ പുള്ള സ്വദേശി കൊച്ചുവേലായുധന് സിപിഐഎം വീട് നിർമ്മിച്ചു നൽകും. കൊച്ചുവേലായുധന്റെ വീട്ടിലെത്തിയ സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൽ ഖാദർ ഉടൻ വീട് നിർമ്മാണം ആരംഭിക്കുമെന്ന് ഉറപ്പു നൽകി. ഒരു ജനപ്രതിനിധി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വിധമാണ് കൊച്ചുവേലായുധനോട് സുരേഷ് ഗോപി പെരുമാറിയതെന്ന് കെ.വി. അബ്ദുൽ ഖാദർ പറഞ്ഞു. ചേട്ടൻ്റെ വീട് പണി ഞങ്ങൾ ഏറ്റെടുക്കും. നാളെ മുതൽ ഞങ്ങൾ ആരംഭിക്കും. അത് പറയാൻ വേണ്ടിയിട്ടാണ്. ചേട്ടന് നേരിട്ടൊരു അപമാനമുണ്ട്. അത് ഒരിക്കലും ഒരു മനുഷ്യൻ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. കാരണം ഒരു ജനപ്രതിനിധി അത്തരത്തിൽ ഒരു മനുഷ്യന്റെ നിവേദനത്തോട് ഒരിക്കലും അങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. കാരണം അത് വായിച്ചു നോക്കിയിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാം, അല്ലെങ്കിൽ അത് വേണ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അയക്കാം. ഒരു MP-യുടെ പണിയല്ല അതെന്ന് ഒരിക്കലും അദ്ദേഹം പറയാൻ പാടില്ല. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. നാളെ മുതൽ ഞങ്ങൾ പണി ആരംഭിക്കും. ശരത് ഓങ്ങല്ലൂര് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരത്, എന്തായാലും സിപിഐഎമ്മിന്റെ ഭാഗത്ത് നിന്നും വളരെയധികം മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇന്ന് നമ്മൾ കണ്ടു ആ ഒരു കാഴ്ച. കാരണം ഒരു മന്ത്രിയാണ് അദ്ദേഹം, കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പാവപ്പെട്ട ഒരാളാണ്, കാരണം 2-3 ശസ്ത്രക്രിയയ്ക്കൊക്കെ വിധേയനാണ് ഈ കൊച്ചുവേലായുധൻ എന്ന് പറയുന്നയാൾ. എന്തായാലും തൻ്റെ അവസ്ഥ അത് BJP-ക്കാർ തന്നെ പറഞ്ഞിട്ടാണ് ഇയാൾ പോകുന്നത് മന്ത്രിയുടെ അടുത്തേക്ക്. പക്ഷേ അപ്പോൾ എന്തോ നമുക്കറിയാം ഓൾറെഡി എങ്ങനെയാണ് സുരേഷ് ഗോപി മറ്റുള്ളവരോട് പെരുമാറുന്നത് എന്നുള്ളത്. അത് ഇവിടെയും ആവർത്തിച്ചു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും മന്ത്രിയടക്കം കാണണം CPIM ഇനി വീട് വെച്ച് നൽകുന്ന ആ ഒരു കാഴ്ച. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ ശരത്? തീർച്ചയായിട്ടും ഏറെ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ് CPIന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ പുള്ളിവെച്ച് ഒരു കലുങ്ക് വികസന സംവാദം എന്നൊരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത്. ചലച്ചിത്ര താരങ്ങളൊക്കെ ഉൾപ്പെടുന്നത്, ചലച്ചിത്ര താരമായിട്ടുള്ള ദേവൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഈ സംവാദത്തിലേക്കാണ് ഇത്തരത്തിൽ ഒരു അപേക്ഷയുമായിട്ട് കൊച്ചുവേലായുധൻ എത്തുന്നത്. കൊച്ചുവേലായുധൻ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയാണ്. അദ്ദേഹം വളരെ ആയാസപ്പെട്ടെത്തി ഇത്തരത്തിലൊരു അപേക്ഷ നൽകാൻ ശ്രമിക്കുമ്പോൾ ഇതൊന്നും MP-യുടെ പണിയല്ല എന്ന് പറഞ്ഞ ദാർഢ്യത്തോടു കൂടിയിട്ട് ആ അപേക്ഷ വാങ്ങി തുറന്നു കൊടുക്കാൻ പോലും ഇത്തരത്തിൽ കേന്ദ്രമന്ത്രി തയ്യാറായിരുന്നില്ല. ഇത്തരത്തിൽ ഈ ദാർഢ്യത്തോടു കൂടിയ പെരുമാറ്റത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് CPIM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ CPIMന്റെ നേതാക്കൾ ഇന്ന് കൊച്ചുവേലായുധന്റെ വീട് സന്ദർശിച്ചത്. കൊച്ചുവേലായുധന്റെ വീട് സന്ദർശിച്ചതിനു ശേഷം വീട് പണി ഉടൻ ആരംഭിക്കുമെന്ന വാഗ്ദാനം അല്ലെങ്കിൽ ഉറപ്പ് CPIMന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. CPIM ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൽ ഖാദർ കൊച്ചുവേലായുധനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഉടനടി ആരംഭിക്കും വീട് പണി. നാളെ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 2 വർഷം മുമ്പ് ഇത്തരത്തിൽ ഒരു മഴക്കാലത്താണ് വീടിന്റെ മുകളിലേക്ക് മരം വീണുകൊണ്ട് ഈ കൊച്ചുവേലായുധന്റെ വീട് നാശമാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് പുനരുജ്ജീവിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പുനരുദ്ധാരണം നടത്താൻ ആവശ്യമായിട്ടുള്ള സഹായം തേടിയാണ് കൊച്ചുവേലായുധൻ സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് എത്തിയത്. എന്നാൽ ഒരു രീതിയിലും സുരേഷ് ഗോപി ഇതിലൂടെ ഒരു മാന്യതയില്ലാത്ത രീതിയിലാണ് പ്രതികരിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നത്. ഇതിൽ ഏറെ രസകരമായിട്ടുള്ള സംഭവം, ഇത്തരത്തിൽ ഒരു സംവാദ സദസ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് BJP-യുടെ പ്രാദേശിക നേതാക്കളാണ് ഇത്തരത്തിൽ കൊച്ചുവേലായുധനെ ഈ ചടങ്ങിലേക്ക് കൊണ്ടുപോയത്. എന്നിട്ടാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ ഒരു ഇദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടായത്. ഭദ്ര, അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ശരത് ഓങ്ങല്ലൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.